ഇനി എത്ര വലിയ ഗുണ്ടയായാലും വെല്ലുവിളിച്ചവനെ ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപ് പൂട്ടിയിരിക്കണമെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നീക്കം തകർത്തത് CPM-ന്റെ ആക്രമണത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും രഹസ്യ കലവറയാണ്. അതായത് അർജുൻ ആയങ്കി എന്ന CPM പക്ഷത്തായിരുന്ന ഗുണ്ടാത്തലവൻ അറസ്റ്റിലാകുമ്പോൾ വെറും കാഴ്ചക്കാരായി നിൽക്കാനും അതിനു മുൻപേ തന്നെ തള്ളിപ്പറയാനും CPM നിർബന്ധിതരായത് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1999 KT ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് റൂമിൽ വെച്ച് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെട്ടിക്കൊല്ലുമ്പോൾ CPM-ന്റെ ഉറച്ച പ്രവർത്തകരായിരുന്നു പ്രതികൾ. എന്നാൽ അതേ രീതിയിൽ 2012 TP ചന്ദ്രശേഖരനെ കൊന്നു തള്ളുമ്പോൾ അത് കൊട്ടേഷൻ ഗുണ്ടകളായിരുന്നു CPM ഉപയോഗിച്ചത്. പ്രവർത്തകരുടെ വികാരം എന്നതിനപ്പുറം പാർട്ടി ആക്രമണത്തെ ഗുണ്ടകളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം വന്ന മാറ്റം എന്ന് പറയുന്നത്. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് വെള്ളവും വളവും നൽകി സംരക്ഷിച്ച അർജുൻ ആയങ്കിയെ ഗുണ്ടയാണ് എന്ന് പറയേണ്ടി വന്ന CPM നേതാക്കളുടെ ഗതികേട് ചെറുതല്ല. ഞായറാഴ്ച നേരം പുലരുന്നതിന് മുൻപ് ആയങ്കിയെ അറസ്റ്റ് ചെയ്യണമെന്ന് അന്ത്യശാസനം നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നത് ഗുണ്ടാ സമൂഹത്തെ തന്നെയെന്ന് CPM നേതാക്കൾ ഉറപ്പിച്ചിരുന്നു. ആയങ്കിയുടെ കൂടെ CPM-ഉം നിന്നാൽ മറ്റ് CPM ഗുണ്ടകളെയും പോലീസ് തീർത്തുകളയുമെന്ന് അവർ ഭയന്നു. കൊടിസുനി മുതൽ ആകാശ് തില്ലങ്കേരി വരെയുള്ള പ്രധാന ഗുണ്ടകൾ എല്ലാം CPM-നൊപ്പം നിൽക്കുന്ന ഒരു സമയത്ത് രഹസ്യങ്ങൾ ചുരുളഴിയാൻ തുടങ്ങിയാൽ CPM-ന്റെ അടിത്തറയും തകർന്ന് തരിപ്പണമാകുമെന്ന് അവർ ഉറപ്പിച്ചു. ആയങ്കിയെ മാത്രമല്ല, അയാൾക്ക് പിന്തുണ നൽകിയവരെയും പൂട്ടുമെന്ന് പോലീസ് മേധാവി അറിയിച്ചതോടെ ആകാശ് തില്ലങ്കേരി അടക്കമുള്ള CPM ഗുണ്ടകളെ പോലീസ് സംഘം ചോദ്യം ചെയ്യുമെന്ന നിലയിലായി. കണ്ണൂരിലെ CPM നേതാക്കളുടെ വളർത്തുപുത്രന്മാരായ ഗുണ്ടകളെ ചോദ്യം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന അപകടം CPM നേതാക്കൾ മുൻകൂട്ടി കണ്ടു. മാത്രമല്ല, അപ്പോഴേക്കും ഗുണ്ടകളെ ഒന്നടങ്കം പൂട്ടാനുള്ള ഓപ്പറേഷൻ ഗ്രിപ്പ് ചെന്നിത്തല തുടക്കം കുറിച്ചിരുന്നു. ജയിലിനകത്തും പുറത്തും നിൽക്കുന്ന ഒരു കൂട്ടം ഗുണ്ടകളുമായി ചേർന്നുള്ള ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലത്തെ CPM നേതാക്കളുടെ ഭരണമെന്ന് എല്ലാവർക്കും അറിയാം. സ്വർണ്ണക്കടത്തും കൊലപാതകവും അടക്കം നടത്തിയത് ഈ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി വാദിച്ചാൽ CPM-ഉം പ്രതിക്കൂട്ടിലാകുമെന്ന് നേതാക്കൾ ഉറപ്പിച്ചു. MV ജയരാജൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് കുത്തരുത് എന്ന മുന്നറിയിപ്പാണ് അർജുൻ ആയങ്കി നൽകിയത്. അതിനിടയിൽ 55ഓളം വരുന്ന ഗുണ്ടകളെയാണ് ഇന്നലെ ഒറ്റ ദിവസം രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പിലൂടെ പൊക്കിയത്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. അവർ നടത്തിയ സ്വർണ്ണക്കടത്തും കൊലപാതകമടക്കമുള്ള കേസുകൾ ചെയ്തതാർക്കു വേണ്ടിയാണെന്നും 10 വർഷക്കാലം കിട്ടിയ സംരക്ഷണം എവിടെ നിന്നാണെന്നും തത്ത പറയും പോലെ പറയുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പണ്ടൊക്കെ CPM-ന്റെ ഗുണ്ടകൾ പാർട്ടിയോട് വളരെ സ്നേഹമുള്ളവരായിരുന്നു. അവർ തല്ലാനും കൊല്ലാനും സ്വയം ഇറങ്ങുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നേതാക്കൾ പണത്തിന് നൽകുന്ന കൊട്ടേഷനാണ്. സ്വർണ്ണക്കടത്ത് മുഴുവൻ ചില നേതാക്കളും അവരുടെ ഗുണ്ടകളും ചേർന്ന് നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതിൽ അർജുൻ ആയങ്കിയെപ്പോലുള്ളവർ എല്ലാത്തിനും മുകളിൽ വളർന്നു എന്നുള്ളതാണ് CPM-നെ ഇപ്പോൾ കുഴക്കുന്നത്. അവർ CPM നേതൃത്വത്തിനു മേൽ ഉയർത്തുന്ന സമ്മർദ്ദം ചെറുതല്ല. സ്വർണം പൊട്ടിക്കുന്ന ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകുന്നത് നേതാക്കന്മാരാണ്. എതിരാളികളെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതോടെ നേതാക്കന്മാർ ഗുണ്ടകൾക്ക് കീഴ്പ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൊടിസുനിക്കും അർജുൻ ആയങ്കിക്കുമൊക്കെ നൽകിയ സ്വാതന്ത്ര്യമാണ് ഇന്ന് CPM-ന് വലിയ തിരിച്ചടിയായത്. ഇനിയും ഗുണ്ടകളെ സംരക്ഷിച്ചാൽ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി അവരെ തകർത്തു കളയുമെന്നൊരു തിരിച്ചറിവാണ് CPM ആയങ്കിയെ തള്ളിപ്പറയാൻ നിർബന്ധിതരാക്കിയത്. പക്ഷേ ആയങ്കിയുടെ ഇനിയുള്ള വെളിപ്പെടുത്തൽ എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം.